എല്ലാവർക്കും എന്നാക്കെയുണ്ട് വിശേഷം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പണി കിട്ടി ഗൈസ്. നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പാട്ടിൻ്റെ അതൊക്കെ കാണിച്ചില്ല. അപ്പോൾ ഞാൻ വേറൊരു സ്ക്രീൻ റെക്കോർഡിൻ്റെ ആപ്പിൽ കൂടെ ചെയ്തപ്പോൾ ഇത് തല തിരിഞ്ഞു വന്നു. ഞാൻ അതിലാണ് ഒരു വണ്ടി മേടിച്ച് നല്ല പൈസയ്ക്ക് കിട്ടി. അപ്പോൾ ആ വണ്ടി വെച്ചിട്ട് അപ്പോൾ ഇതിപ്പോൾ കുറേ തവണ ഇത് നോക്കിയിട്ട് ചെയ്യുന്ന കേട്ടോ. ഇത് ലാസ്റ്റ് വീഡിയോ ഞാൻ അടുത്ത നാളെ ഇവിടെ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടി റിവീൽ ചെയ്യാം. BMW ഇത് മേടിച്ച് ഭയങ്കര ലോ ആയിരുന്നു. അപ്പോൾ ഞാനത് ഓടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു അടി തട്ടി. അവിടെ അടിയിലൊരു ഗാർഡുണ്ട്, മറ്റേ എൻജിൻ ഗാർഡ്, അത് ഇച്ചിരി ലൂസായിപ്പോയി. അപ്പോൾ ഞാൻ പണിയാൻ കയറ്റി വെക്കുമായിരുന്നു. പിന്നെ ഇതാണ് വണ്ടി. പണി കഴിഞ്ഞ് പോകണത്തേക്ക് എല്ലാത്തിനും. പിന്നെ ഇത് മേടിച്ചിട്ട് ഞാൻ ഇച്ചിരി പണി ചെയ്തായിരുന്നു കേട്ടോ. മറ്റേ വണ്ടി പിന്നെ ഇനിയിപ്പോൾ ഞാൻ സസ്പെൻഷൻ ഇപ്പോഴാണ് കൂട്ടി. തന്നെ വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല അടി തട്ടിയെന്ന്. പിന്നെ അലോയി മാറ്റി. പിന്നെ ഇത് ഹുഡ് റാപ്പ് ചെയ്ത് അതൊക്കെ കുറേ ചെയ്ത്. മിറർ റൂഫൊക്കെ കളർ ഇതൊക്കെ കുറേ ചെയ്തേ. പിന്നെ ബാക്കിൽ ഇത് കുറേ ടൂണൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ഓൾറെഡി പേയ്മെൻ്റൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇൻട്രോയ്ക്ക് ഞാൻ പോയതാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാവേ. പെട്ടെന്ന് ചെയ്യണം എന്ന് വെച്ചാൽ തരാവേ. കാർ സൗണ്ടിയാ. ഇപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് വണ്ടിയുടെ സൗണ്ടെന്ന്. നമുക്കിനി വണ്ടിയൊന്ന് ഗ്യാസ് ഫുള്ളുണ്ട്, പക്ഷെ എന്നാലും ഇച്ചിരിയും കൂടി അടിച്ചു വെച്ചേക്കാം. ഫുൾ ടാങ്ക്. പിന്നെ ഇപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. കളർ മറ്റേ ഇത് മാറ്റാനുണ്ട്. അപ്പോൾ അത് പറ്റുമോയെന്ന് എനിക്ക് തോന്നില്ല. ഇന്ന് മിക്കവാറും നടക്കുമെന്ന്. എന്നാലും പോയി നോക്കാം. അത് കളർ ബ്ലാക്ക് അടിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയും കൂടെ കളർ RC ബുക്കിൽ കയറ്റാനാണ്. പിന്നെ ഞാൻ കുറേ അനസരിച്ചൊക്കെ പറയുന്നില്ല. ഇപ്പം ഞാൻ ഗൈസ് ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് പറയാം കേട്ടോ. ഇങ്ങനെ പറയാം, BMW 1 to 10 റേറ്റ് ചെയ്ത്, പിന്നെ വീഡിയോയും കൂടി റേറ്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് കമൻറ്റൊക്കെ ചെയ്യണം. എല്ലാം സപ്പോർട്ട് ചെയ്യും. കമൻറ്റൊക്കെ ചെയ്ത് എനിക്ക് തോന്നി മിക്കാറും പറ്റത്തില്ലെന്ന്, പോലീസുകാരൊന്നും ആകത്തില്ലെന്ന്. പിന്നെ തിരിച്ചു പോയേക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് എവിടെയെങ്കിലും പോയാലോ. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് വീട്ടിൽ പോവാം. ഞാൻ കാണിച്ചു തരാം എൻ്റെ വീടൊക്കെ. ചുമ്മാ ഇടിച്ചു, കുഴപ്പമില്ല. ഇന്നൊരു ചുമ്മാ ഒരു വ്ളോഗായിരിക്കും. എന്നാ വെച്ചാൽ മറ്റേ ഇതെന്നായാലും എനിക്കറിയാലോ, ഞാൻ കുറേ ഇത് ചെയ്തായിരുന്നല്ലോ. കുറേ വീഡിയോ ഞാൻ എടുത്തു. എന്നിട്ടും ലാസ്റ്റ് ഇതായിരിക്കും മിക്കവാറും വർക്കാവുന്നത്. വെയിറ്റ് ആൻഡ് സീ. നമുക്ക് എന്നായാലും വീട്ടിലൊന്ന് പോവാം. എന്നിട്ട് കാറ് പിന്നെ അറിയാലോ എങ്ങനെയുണ്ടെന്ന് അറിയത്തുകയും ചെയ്യണം. നമുക്ക് ഈ വഴി എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ഞാൻ മറന്നുപോയി. ഈ രണ്ടെണ്ണം കേട്ടോ എൻ്റെ വീട്. ഇതും ആ വീട്, ഇതും ആ വീടും. പിന്നെ രസം ഈ വണ്ടി എൻ്റെ ഒരു ഡ്രീം വണ്ടിയായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഈ വണ്ടി ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വണ്ടിയിൽ കുറേ മോഡിഫിക്കേഷനൊക്കെ ചെയ്തപ്പോൾ പിന്നെ ഈ വണ്ടി ലാഭത്തിലാണ് കിട്ടിയത്. 10 കോടിക്ക് 10 മോഡിഫൈഡേ. കാരണം ഞാൻ അങ്ങ് എടുക്കാമെന്ന് ഓർത്തു, എടുത്തു. ഇനി എനിക്ക് 8 മില്യണേ ഉള്ളൂ ബാക്കിയുള്ളൂ. നിങ്ങൾ പിന്നെ വേറെ ഒരു ഇതും കൂടി കമൻറ്റിൽ പറയാൻ. എൻ്റെ ഇപ്പം 8 കോടി ഉള്ളു. എൻ്റെ പാർട്ട്ണറായാലും വണ്ടി വെച്ച് നിർത്തുക. അത് കാരണം ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ ഞാൻ കാറ് ഞാൻ ഇനി വണ്ടി മേടിക്കാം. നിങ്ങൾ പറഞ്ഞാൽ എന്നു വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു പാർട്ടുള്ളല്ലോ പറ്റുള്ളൂ. അത് കാരണം വീഡിയോ എടുക്കാനും പറ്റില്ല വണ്ടി മേടിക്കുന്നത്. അപ്പോൾ എൻ്റെ 8 കോടി ഉള്ളു. ഇനി എൻ്റെ വേറെ കുറേ വണ്ടികളൊക്കെ അത് വിറ്റ് നമുക്ക് എടുക്കാം. നിങ്ങൾ ഇനി പറഞ്ഞ ഒരു പാർട്ടും കൂടി ഞാൻ ഇറക്കും, പാർട്ട് 3. ഇനിയിപ്പോൾ ഞാൻ പാർട്ട് 2 ആക്കുന്നേ ഉള്ളു. അല്ലെങ്കിൽ ഞാൻ ഒരു കാർ റിവ്യൂ പോലെ
റിവ്യൂ അല്ല ചുമ്മാ ഇതിങ്ങനെ ഇടിക്കും. എന്നാ വെച്ചാൽ ഞാൻ ഐപാഡിലാണ് കളിക്കുന്നത്. ഈ സ്റ്റീറിങ് ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അതാണ് ടയറും കൂടി ഒന്ന് ചെയ്തിട്ട് വേണം നന്നാക്കാൻ പറ്റും. നോക്കുന്നു നന്നാക്കിയിട്ടും കൂടി ഒന്ന് നമുക്ക് മേ ബി സിറ്റി ഒന്ന് പിടിക്കാൻ. പിന്നെ ഇവിടെ പുതിയൊരു സ്ഥലം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് അപ്ഡേറ്റിലോ വല്ലതും ഇത് ആവുമായിരിക്കും. പുതിയ സ്ഥലമാണ് കേട്ടോ, നല്ല രസമുണ്ട്. മിക്കവാറും എനിക്ക് നമ്മുടെ പണ്ടത്തെ സൂപ്പർ മാർക്കറ്റില്ലേ, മറ്റേ ഇവിടെ സൂപ്പർ മാർക്കറ്റ് അത് പൊളിച്ചിട്ട് എനിക്കൊന്ന് ഒരു മാളോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റോ തന്നെ പണിയാനായിരിക്കും. നമുക്കൊരു കാര്യം നമ്മുടെ വീട്ടിൽ പോവാം, മഞ്ഞുള്ള സ്ഥലത്ത്. ഈ വണ്ടിയായിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം ഈ വണ്ടിയായിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം ആ വീട്ടിലേക്ക് പോവാം. എനിക്ക് കട്ടൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമായിരിക്കും കേട്ടോ ഗൈസ്. എനിക്ക് കട്ട് അങ്ങനെ ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ വല്ലതും ബാഡായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് ആകെ ഒരു സബ്സ്ക്രൈബറും ഒക്കെ ഉള്ളു. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആയിരിക്കും കേട്ടോ എൻ്റെ ചാനലിൽ. നല്ല സ്പീഡിൽ ഇനി ചെറുതായിട്ടൊക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല എനിക്ക് BMW ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു വീട്ടിലെ ബാഡ് തിങ് എന്ന് വെച്ചാൽ സ്നോ ഒക്കെ വരുന്നുണ്ട്. ആദ്യമൊക്കെ നല്ലതായിരുന്നു. ലൈക്ക് 1-2 വർഷമായി സ്നോ ഇവിടെ തന്നെ. 2025 എന്തോ 2024 ഡിസംബറോ ഒക്ടോബറോ നവംബറിലും കണ്ട് തുടങ്ങിയ മഞ്ഞ. ഇത് ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഇപ്പം ഭയങ്കര ബാഡായി വരുമോ. കൂടെ എപ്പോൾ വണ്ടി ഓടിച്ചു പോയാലും പെട്ടെന്ന് ചെളിയൊക്കെ ആകും. എനിക്ക് വലിയ ഇഷ്ടമല്ല ഈ ഒരു സ്ഥലം. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നേ ഉള്ളു. ഇപ്പം ഭയങ്കര ബോറിങ് ഈ ഒരു സ്ഥലം. മഞ്ഞ് മാറ്റിയ പിന്നെ വേണമെങ്കിൽ റിവേഴ്സ് എടുത്തിടാം. തട്ടി കുഴപ്പമില്ല. അടി വരെയോ ഇച്ചിരി ഉള്ളു. ഞാൻ കയറ്റി സസ്പെൻഷൻ പൊക്കിയുള്ളു. ഞാൻ ഇച്ചിരി ഉള്ളു സസ്പെൻഷൻ കൂട്ടിയുള്ളു. ഇപ്പോൾ ഇവിടെ അടി തട്ടിയിട്ടില്ല. സരി മഞ്ഞ എപ്പോഴാവും. അപ്പോൾ ഞാനിപ്പോൾ വന്നു. നമുക്കിനി റിവേഴ്സ് എടുത്ത് ഗരാജ് കയറ്റാം. പക്ഷെ തുറക്കൂ. ഇത് വന്നിട്ടുണ്ട്. ഗരാജ് ഇതന്നെ ഗൈസ്. ഗരാജ് ക്ലിച്ച് ആയി ഗൈസ് ഗരാജിൽ. അല്ല ഞാൻ ഒരു കാര്യം വെളിയിൽ തന്നെ അഴുതിക്കില്ല. എനിക്ക് വലിയ സുഖമായിട്ട് തോന്നുന്നില്ല ഇത്. നമുക്കിവിടെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ചുമ്മാ ഇതൊരു സാധാ ഒരു നോർമൽ വ്ളോഗായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇതായിട്ട് ചെയ്യുന്നില്ല. ഇതിപ്പോൾ വേറെ ഒന്നും ഇല്ല ചെയ്യാൻ. വേണമെങ്കിൽ നിങ്ങൾ പാട്ട് വേണമെങ്കിൽ നിങ്ങൾ പറ. നമുക്ക് ഇതാണ് എൻ്റെ വീട്. ഇവിടെയാണ് കിച്ചൺ. ലൈറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. അന്ന് ക്രിസ്മസിൻ്റെ അന്നിട്ട് പിന്നെ ഊര ഞാൻ മറന്നുപോയി. പുറത്ത് മഞ്ഞൊക്കെയല്ലേ, പിന്നെ ഊരണ്ടെന്ന് വെച്ച്. അതെ, മഞ്ഞ് പോട്ടെ. ഇത് പിന്നെ എൻ്റെ ഒരു ഗസ്റ്റ് ബാത്റൂം പോലെ ഞാൻ വെച്ചേക്കുന്നതാണ്. ഗസ്റ്റ് ബാത്റൂമല്ല, ഞാനാണ് ഇവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ ലോണ്ട്രി ഇതൊക്കെ. ഗായ്സ് എന്നാൽ ഓക്കെ. ഇന്നിപ്പോൾ സാധാ വ്ളോഗ് ആയ കാരണമാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ എല്ലാവരും